ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത്. ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു എന്നുള്ളതാണ്. എത്രമാത്രം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രണയത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു. നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ ഈ വ്യക്തി പ്രണയിക്കുന്നുണ്ട്, അവരുടെ പ്രണയത്തിൻ്റെ ആ ഒരു ഡെപ്ത് എന്താണ്, ആ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പേഷ്യൻസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം അറിയാനായിട്ട് അത്രത്തോളം നിങ്ങൾ അക്ഷമരാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിനു വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നൊരു എനർജി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി എത്രമാത്രമാണ് നിങ്ങളെ പ്രണയിക്കുന്നത്, അവരുടെ ആ പ്രണയത്തിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അവർ ഈ മൊമെൻറ്റിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെയും അവരുടെ ജീവിതം ഇത്രയും മനോഹരമാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ. അവരുടെ ലൈഫിൽ ഇത്രമാത്രം മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് സെപ്പറേറ്റഡ് ആണെങ്കിൽ ആ ഒരു സെപ്പറേഷൻ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലാക്കാം, ഈ വ്യക്തി നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് എന്തോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സ്വപ്നങ്ങളിൽ വന്ന് അവർ നിങ്ങൾക്ക് ദർശനം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു ടെലിപ്പതി കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് സ്പിരിച്വലി രണ്ട് പേരും അവേക്കൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. ആ ഒരു പാത്തിലൂടെ നിങ്ങൾ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴാണോ, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി സ്പിരിച്വലി അവേക്കൻഡ് അല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകുമ്പോൾ ആ ഒരു നിമിഷത്തിൽ ഈ പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയനുള്ള പോസിബിലിറ്റി അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തിക്ക് അവരുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതായത് അവർക്ക് ഓരോ ദിവസവും അവർ ട്രൈ ചെയ്യുന്നുണ്ട്, സെൽഫ് ഹീൽ ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്കതിന് സാധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്കും ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതായത് ഒരു മിററിങ് പോലെയാണ്. ഈ വ്യക്തിക്ക് എന്താണോ ഫീൽ ആവുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് നിങ്ങൾക്കും എഫക്റ്റ് ആവുന്നത്. സോ നിങ്ങളും ഒരുപാട് മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഫോക്കസ്ഡ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിന് ആ ഒരു സമ്മർദ്ദം കൂടുതലായിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ റീഡിങ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും റെസനേറ്റ് ആവുന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യമായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും നിങ്ങളത് കണക്റ്റ് ആക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഈ ഒരു സമയത്തിന് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് സ്പിരിച്വലി ഉള്ള പാതകൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്കൊരു ഹീലിംഗ് ഉണ്ടാവുന്നു എന്നൊക്കെയുള്ള മെസ്സേജസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പാത്ത് നിങ്ങൾ ഇതുവരെ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ അങ്ങനെ ഒരു പാത്ത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ, ഈ പേഴ്സൻ്റെ ലൈഫിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് അത് സഹായിക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്നൊരു മെസ്സേജ്. നിങ്ങളുടെ ലൈഫിന്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് അവരുടെ ജീവിതത്തിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് അവർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ലൈഫിൽ എന്തോ വലിയൊരു കുറവ് അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച പോലെയാണ് അവർക്ക് ഫീൽ ആവുന്നത്. അതായത് നിങ്ങൾ അവിടെ ആബ്സെൻ്റ് ആണ്, നിങ്ങളുടെ സാമീപ്യം അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാതായപ്പോഴാണ് അവരുടെ ലൈഫിൽ അത്രയും വലിയൊരു സ്പേസ് അവർക്ക് ഉണ്ടായത്. ഓക്കെ, അത് അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ അത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്.
നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അവരിപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ അവരുടെ അരികിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിനി നേരിട്ട് അവരുമായിട്ട് ഒരു റിയൂണിയനിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു പ്രണയം മുഴുവനും നിങ്ങൾക്ക് തരാനായിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, യെസ്. പക്ഷേ അവരുടെ ഭാഗത്ത് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങളെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് രീതിയിൽ അവഗണിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ചില വേദനകൾ ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഇല്ലാത്തതായിട്ടും കാണുന്നുണ്ട്. അവർക്കറിയാം എന്ത് പാത്തിലൂടെയാണ് നിങ്ങളുടെ അരികിൽ വരേണ്ടത്. നേരിട്ട് വരണമോ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ വരണമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി, അങ്ങനെ പല പല പാത്തുകൾ ചൂസ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഈ വ്യക്തി. അതായത് എന്താണ് ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കേണ്ടത് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യേണ്ടത് എന്നൊക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ കൺഫ്യൂഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വാക്ക് പോലും പിഴച്ചു പോയാൽ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടാലോ എന്നുള്ള ഒരു ആശങ്ക ഈ വ്യക്തിയിലുണ്ട്. തെറ്റായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നിങ്ങളെ അവരുടെ ലൈഫിൽ കിട്ടാതിരുന്നാലോ, നിങ്ങൾ അവരെ വിട്ടിട്ട് പോയാലോ എന്നൊക്കെയുള്ള ചിന്തകൾ ഈ വ്യക്തിയെ അത്രയും മാനസികമായിട്ട് അലട്ടുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകും. അതുപോലെ തന്നെ ഒരു അബണ്ടൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് തരുന്നൊരു മെസ്സേജ്. ആൻഡ് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അതിനെല്ലാം തന്നെ കാര്യമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു എനർജിയൊക്കെ വളരെയധികം ലോവറായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ലൈഫിൽ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഒരുപാട് കാര്യങ്ങളിൽ, അതായത് ലൈഫിൽ തന്നെയും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നൊരു സമയം കൂടിയാണിത്. ആൻഡ് എന്തിനും തയ്യാറായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഡയറക്റ്റായിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കോൺടാക്റ്റ് ചെയ്യാൻ ഒന്നും അവർക്ക് കഴിയുന്നുണ്ടാവില്ല. പക്ഷേ അവർ മറ്റൊരു സാധ്യതയിലൂടെ നിങ്ങളിലേക്ക് എത്തിപ്പെടുമെന്ന് തന്നെയാണ് കാണുന്നത്. അത്രയും അബണ്ടൻസ്, ഓക്കെ, റിപ്പീറ്റായിട്ട് വന്ന കാര്യമാണ്, അബണ്ടൻസ് ആണ്. റിലേഷൻഷിപ്പിൽ സന്തോഷമാണ്, സമൃദ്ധിയാണ് വരാൻ പോകുന്നത്. ആൻഡ് യെസ്, വളരെ സ്ട്രോങ് ആയിട്ട് മാറാണ്. ഇത്രയും നാളും ഇപ്പോൾ ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ട് ലെസ് കോൺടാക്റ്റിലോ നോ കോൺടാക്റ്റിലോ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് ശക്തമായിട്ട് തന്നെ മാറാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത്രയും ഒരു ബ്ലെസ്സിങ്സ്, യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് കിട്ടുന്ന സമയമാണ്. ഒരുപാട് ഇഷ്യൂസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഫാമിലി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ, അതും അല്ലെങ്കിൽ കാസ്റ്റ്, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അതിനെല്ലാം തന്നെ ഇപ്പോൾ ഈ വ്യക്തി ബോധർ ചെയ്യുന്നില്ല. അവർ അതിനെല്ലാം തന്നെ നെഗ്ലക്റ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റിയൂണിയൻ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്. ആ കാര്യങ്ങളിലെല്ലാം അവർ സക്സസ്ഫുൾ ആകുമെന്നുള്ളതാണ്. അവർക്കിപ്പോൾ അനുകൂലമായിട്ടുള്ള എനർജീസാണ് ഇപ്പോൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർ കുറേ കാര്യങ്ങൾ പിന്നിലേക്ക് ചിന്തിച്ചുകൊണ്ട് അവർ യാതൊരു ഡിസിഷൻ എടുക്കാതെ, യാതൊരു ആക്ഷൻ എടുക്കാതെ നിന്നിട്ടുള്ള സമയത്ത് എല്ലാം ഇപ്പോൾ ഓർത്ത് അവരിപ്പോൾ റിഗ്രറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ സഡൻ ആയിട്ടൊരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അവർ നിങ്ങളുമായിട്ട് ഒരു ഹാപ്പി ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫ് ലോങ് നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഇനിയും ഈ ഒരു ഹാർട്ട് ബ്രേക്ക് അവർക്ക് തുടർന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അത്രത്തോളം ഒരു പെയിൻ അവർ ഇതിനോടകം തന്നെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മിസ് ഫീലിങ്സിൽ നിന്നും അവരുടെ ഹൃദയം തകർന്നൊരു വേദന അവർ അനുഭവിക്കുന്നുണ്ട്. സോ അവർ നിങ്ങളെ അത്രമാത്രം ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാര്യത്തെ ഓർത്തും നിങ്ങൾ ഒരുപാട് വറീഡാവരുത്. കാരണം ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ ആയിരിക്കില്ല നാളെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇത്രയും ഒരുപാട് സ്ട്രഗിൾസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി ലൈഫ് ലോങ് ഇങ്ങനെ ആയിരിക്കും. ഒരിക്കലും ലൈഫിൽ ഒരു കാര്യവും കോൺസ്റ്റൻ്റ് അല്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു മാസം മുമ്പുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ സങ്കടങ്ങളായിരുന്നാലും സന്തോഷമായിരുന്നാലും അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു കാര്യത്തെ ഓർത്തും ഓവറായിട്ട് നിങ്ങൾ വറീഡ് ആവുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചേഞ്ച് ആവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഓർമ്മിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.